എടി എന്താ? അമ്മ, ജീവിതത്തിലെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തില് അമ്മയുടെ മോള് നിൽക്കുന്ന. എന്റെ ഈ പ്രതിസന്ധി ഞാനായിട്ടുണ്ടാക്കിയതാ. പക്ഷെ എനിക്ക് ഇതിന്നൊരു മോചനം വേണം. അമ്മ മുടങ്ങാതെ വിളിക്കുന്നതല്ലേ അമ്മയുടെ ദൈവങ്ങളെ. എനിക്ക് വേണ്ടി അമ്മ അമ്മയുടെ ദൈവങ്ങളോട് എന്നെ ഒന്ന് ഇതിന്ന് കരകയറ്റി തരാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ ഹൃദയം തകർന്ന് മരിച്ചു പോവും. എന്താടി, എന്താ ഉണ്ടായേ? നീ ഇങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. പറയാന്ന്, ഞാനെല്ലാം പറയാം. പറഞ്ഞ ചിലപ്പോ എനിക്കല്പം ആശ്വാസം കിട്ടിയല്ലോ. ഞാനും വിഷ്ണുവേട്ടനും വഴക്കു കൂടിയ സൗഹൃദം ആരംഭിച്ച് ആ സൗഹൃദം സ്നേഹമായി വിവാഹ ജീവിതം വരെ എത്തി. പിണക്കങ്ങളും ഇണക്കങ്ങളും ആയത് മുന്നോട്ട് പോയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും സംശയം എന്ന വലിയ വിപത്ത് കടന്നു വന്നിട്ടില്ല. പക്ഷെ അത് ഞാനായിട്ട് തെറ്റിച്ചു. ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ സംശയിച്ചു. ഒരു കാരണമില്ലാതെ കുറ്റപ്പെടുത്തി. തന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടെ ഏട്ടത്തേമ്മ അറിഞ്ഞതിലപ്പുറം അവർ തമ്മിൽ എന്തോ ഉണ്ട്. ഇവളുടെ ആണുങ്ങളെ വലവീശി പിടിക്കുന്ന സ്വഭാവമില്ലേ, അതറിഞ്ഞിട്ടല്ലേ ആദ്യത്തെ ഭർത്താവ് വിട്ടേച്ചു പോയത്. രേഷ്മയും കൊണ്ടല്ലേ നിങ്ങൾ പോയത്? ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ സംശയിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റ്. ഈ ഒരു തെറ്റിന് ഞാൻ എന്ത് പ്രായശ്ചിത്തമേ ചെയ്യേണ്ട? ഏത് പാപനാശിനിയില്ല ഞാൻ മുങ്ങിക്കുളിക്കേണ്ട? എന്ത് ചെയ്തിട്ടായാലും എനിക്കെന്റെ വിഷ്ണുവേട്ടനെ തിരിച്ചു വേണം. അത്രയധികം സങ്കടത്തോടെ വിഷ്ണുവേട്ടൻ പോയിരിക്കുന്നു. മോളെ, അമ്മ, എന്നെ വിഷ്ണുവേട്ടൻ വെറുക്കും. അമ്മ, വിഷ്ണുവേട്ടൻ ഇനി അകന്നു പോവോ?